നമസ്കാരം. ജാതക കഥകളിലെ 90ാമത്തെ കഥ രാജാവിൻ്റെ നന്ദി. വാരണാസിയിലെ മഹാരാജാവിൻ്റെ സദസ്സിലേക്ക് ഒരു സന്യാസി കടന്നുവന്നു. രാജാവ് മന്ത്രിമാരുമായി കാര്യാലോചന നടത്തുന്ന സമയമായിരുന്നു. എങ്കിലും സന്യാസിയെ കണ്ടപാടെ രാജാവ് വളരെ വിനയത്തോടെ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. പിന്നെ അദ്ദേഹത്തെ തൻ്റെ സിംഹാസനത്തിൽ തന്നെ ഇരുത്തി. അത് കണ്ട് അവരെല്ലാം അത്ഭുതപ്പെട്ടു. കുശലപ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് സേവകനെ വിളിച്ചു പറഞ്ഞു, സ്വാമിക്ക് ഇന്ന് എന്നോടൊപ്പം തന്നെ അമൃതത്തൊരുക്കാൻ പറയൂ. സാധാരണയായി സന്യാസിമാരും മറ്റും വന്നാൽ ഊട്ടുപുരയിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് പതിവ്. സന്യാസിയോടൊപ്പം അമൃതത്ത് കഴിഞ്ഞപ്പോൾ രാജാവ് മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, മന്ത്രി, സ്വാമിക്ക് എൻ്റെ കിടപ്പറയിലുള്ളതുപോലെ സൗകര്യങ്ങളെല്ലാമുള്ള ഒരു കിടപ്പറ ഒരുക്കി കൊടുക്കൂ. അതും പതിവുള്ള കാര്യമല്ല. ഇതെല്ലാം കണ്ട് മന്ത്രിമാരും സേവകരുമെല്ലാം അത്ഭുതപ്പെട്ടു. അവർ ഒറ്റയ്ക്കും കൂട്ടായും ഇതിനെക്കുറിച്ച് ഒളിഞ്ഞും മറഞ്ഞും അഭിപ്രായം പറയാൻ തുടങ്ങി. ഇത് രാജകുമാരൻ്റെ ചെവിയിലും എത്തി. കുമാരൻ രാജാവിൻ്റെ അടുത്തെത്തി ചോദിച്ചു, അച്ഛാ, ഈ കൊട്ടാരത്തിൽ എത്രയോ സന്യാസിമാർ വരുന്നു. അവർക്കാർക്കുമില്ലാത്ത പ്രാധാന്യം ഇദ്ദേഹത്തിന് കൊടുക്കുന്നതെന്തിനാണ്? മോനെ, അദ്ദേഹം വെറുമൊരു സന്യാസിയല്ല, ഒരിക്കൽ എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ്, രാജാവ് പറഞ്ഞു. എങ്ങനെയാണച്ചാ അദ്ദേഹം അങ്ങയുടെ ജീവൻ രക്ഷിച്ചത്? കുമാരൻ ജിജ്ഞാസയോടെ ചോദിച്ചു. രാജാവ് ആ കഥ പറയാൻ തുടങ്ങി. മോനെ, കുറേ കാലം മുമ്പ് ഞാനൊരു യുദ്ധത്തിന് പോയത് നിനക്കോർമ്മയില്ലേ? അന്ന് ആനപ്പുറത്തിരുന്ന് ആണ് യുദ്ധം ചെയ്തത്. ഞാൻ ആകെ അവശനായി. അതിനിടെ ആന വിരണ്ട് കാട്ടിലേക്കോടി. കുറേ ദൂരം ചെന്ന് അത് ഒരു ആശ്രമത്തിൻ്റെ മുമ്പിൽ നിന്നു. അവിടെ ഒരു കിണർ കണ്ടു. നല്ല ദാഹവും ക്ഷീണവും തോന്നിയതുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കാൻ ഞാൻ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി. പക്ഷേ വെള്ളം കോരാനുള്ള തൊട്ടിയോ കയറോ ഒന്നും അവിടെ എങ്ങും കണ്ടില്ല. ഞാൻ കച്ചക്കയറഴിച്ച് ആനയുടെ കാലിൽ കെട്ടി അതിൽ പിടിച്ച് കിണറ്റിലിറങ്ങി ആവശ്യത്തിന് വെള്ളം കുടിച്ചു. തിരിച്ചു കയറാൻ നോക്കിയപ്പോൾ കയർ വഴുക്കുന്നു. അങ്ങനെ കിണറ്റിൽ നിന്നും കയറാൻ ഒരു വഴിയും കാണാതെ ഞാൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. വൈകുന്നേരമായപ്പോൾ സന്യാസി എത്തി. തൻ്റെ ആശ്രമമുറ്റത്ത് ഒരു ആനയെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആനയുടെ കാലിൽ നിന്ന് ഒരു കയർ കിണറ്റിലേക്ക് കിടക്കുന്നത് കണ്ട് അദ്ദേഹം കിണറ്റിനുള്ളിലേക്ക് നോക്കി. എന്നെ കണ്ടു. അദ്ദേഹം എന്നെ കരയ്ക്ക് കയറ്റി. മുറിവുകളിൽ മരുന്നു പുരട്ടി. വിശപ്പടക്കാൻ ആഹാരം നൽകി. കുറേ ദിവസം എന്നെ ആശ്രമത്തിൽ തന്നെ താമസിപ്പിച്ച് ശുശ്രൂഷിച്ചു. ക്ഷീണമെല്ലാം മാറിക്കഴിഞ്ഞേ അദ്ദേഹം എന്നെ വിട്ടയച്ചുള്ളൂ. യാത്ര പറയാൻ നേരം ഞാൻ പറഞ്ഞു, സ്വാമി, അങ്ങ് എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ കൊട്ടാരത്തിൽ വരണം, വരാതിരിക്കരുത്. അദ്ദേഹം അത് സമ്മതിച്ചു. ആ അപേക്ഷ പ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അന്നെൻ്റെ ജീവൻ രക്ഷിച്ച ആ സന്യാസിയെ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ സ്വീകരിക്കേണ്ടത്? രാജാവ് പറഞ്ഞു നിർത്തി. അത് കേട്ട കുമാരൻ പറഞ്ഞു, തീർച്ചയായും, അല്ലെങ്കിൽ അതൊരു നന്ദി കേടാവും. നന്ദി.